Web programming using PHP. PHP fourth module part 4. Advanced PHP functions. PHP three basic advanced functions are header, cookie, session. First header is header location, header refresh, header content type, content disposition, cache, control, expires. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കാണാം. ഓക്കെ. Then second session. Session, okay. A session is a way to store information. ഇപ്പോൾ ഡാറ്റ ചെറിയ ഇൻഫർമേഷൻ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് സെഷൻ എന്ന് പറയുന്നത്. The information are stored in the server machine. നെറ്റ് കമ്മ്യൂണിക്കേഷനിൽ സെർവർ മെഷീനിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ദ കമ്പ്യൂട്ടർ നോസ് ഹൂ യു ആർ. നമ്മൾ ആരാണെന്നുള്ളത് കമ്പ്യൂട്ടറിന് അറിയണം. നമ്മുടെ IP അഡ്രസ്സ്, ഏത് സമയത്താണ് സെർച്ച് ചെയ്തത്, ഏത് URL ആണ് ടൈപ്പ് ചെയ്തത്, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ കണ്ടന്റ്, ഒരു യൂസർ ആരാണ് യൂസർ, ആ യൂസറെ കണ്ടന്റുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. എവിടെയാണ്? സെർവറിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ. ബൈ ഡിഫോൾട്ട് സെഷൻ വേരിയബിൾ സ്കോപ്പ് ലാസ്റ്റ് അണ്ടിൽ ദ യൂസർ ക്ലോസസ് ദ ബ്രൗസർ. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രൗസറിലൊക്കെ ഡിഫോൾട്ട് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് വേരിയബിൾ സ്കോപ്പ് എന്ന് പറയുന്നത്, ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഷൻ ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് ആ വെബ് ബ്രൗസർ ക്ലോസ് ചെയ്യേണ്ടത് പോകുള്ളൂ. ആ ഒരു ഇപ്പോഴത്തെ വെബ് ബ്രൗസറിലൊക്കെ കണ്ടാൽ മനസ്സിലാക്കും, അതൊക്കെ ടാബുകളാണ് അല്ലെ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ആക്കിയാലും ഒരു ക്രോം ഓപ്പൺ ആക്കിയാലും ഓരോന്ന് ടാബുകളാണ്, സെപ്പറേറ്റ് ടാബുകളാണ്. ഇപ്പൊ ടാബിൽ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്തതിനു ശേഷം ടാബ് ക്ലോസ് ചെയ്താൽ ആ സെഷൻ ക്ലോസ് ആവില്ല. ഓക്കെ. ആ എൻ്റർ ബ്രൗസർ തന്നെ മുകളിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ബ്രൗസർ ക്ലോസ് ചെയ്യണം. ടാബ് ക്ലോസ് ചെയ്താൽ മാത്രം അത് സെഷൻ ടൈം ഔട്ട് ആവില്ല. ഓക്കെ. അപ്പൊ അതിന്റെ ആവശ്യമുള്ളത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ ആ ബ്രൗസർ തന്നെ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ സെഷൻ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിന്റെ സ്കോപ്പ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഓക്കെ. ഇവിടെ പറയുന്നത് സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കണ്ടന്റ് എങ്ങനെയാ? സെഷൻ സ്റ്റാർട്ടഡ് വിത്ത് സെഷൻ അണ്ടർസ്കോർ സ്റ്റാർട്ട് ഫംഗ്ഷൻ. ഈ സെഷൻ അണ്ടർസ്കോർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. ക്രിയേറ്റിലും സെഷൻ സ്റ്റാർട്ട് ചെയ്യലൊക്കെ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട്. Then to modify a session, just overwrite the function. ഈ ഫംഗ്ഷൻ തന്നെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം, അതിലെ കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ. ആ സെഷൻ സ്റ്റാർട്ടിന് കൊടുത്തതിന് ശേഷം ആ സെഷൻ സ്റ്റാർട്ടിൽ എന്തൊക്കെ വരുന്ന കണ്ടന്റ് അത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം, ഓവർറൈറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? അത് ഒന്നുകൂടെ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ സെഷൻ മോഡിഫൈ ആവും. ഓക്കെ. ടു ഡിലീറ്റ് ദ സെഷൻ യൂസ് സെഷൻ ഡിസ്ട്രോയ് ഓർ സെഷൻ അൺസെറ്റ്. ബൈ ഡീഫോൾട്ട് നമ്മൾ യൂസ് ചെയ്യുക അൺസെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അൺസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെഷൻ സെറ്റ് ചെയ്യുക, അത് അൺസെറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ആ സെഷൻ വേരിയബിൾ ഡിസ്ട്രോയ് ആവും. ഓക്കെ. ഡിലീറ്റ് ആയി പോകും. നോക്കാം. കൂടെ നോക്കിയേ. സെഷൻ സ്റ്റാർട്ട് കണ്ടോ? സെഷൻ ഫേവറേറ്റ് കളർ ഗ്രീൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെഷൻ. ഇവിടെ ഈ പേജ് സെഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സെഷൻ സ്റ്റാർട്ട് ആണ് കൊടുത്തത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ സെഷൻ സ്റ്റാർട്ട് ആവും. ഈ പ്രോഗ്രാമിൽ സെഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ സെഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വേറെ സെഷൻ കൊടുത്തിട്ടുണ്ട്. ഫേവറേറ്റ് കളർ, ഇതാണ് നെയിം കൊടുത്തത്. ഫേവറേറ്റ് കളർ ഗ്രീൻ. ഫേവ് അനിമൽ, ഇതാണ് സെഷന്റെ നെയിം. ഓക്കെ. സെഷൻ നെയിം കാറ്റ്. ഇതാണ് അതിന്റെ വാല്യൂ. കാറ്റ് എന്ന വാല്യൂ അതിന്റെ നെയിം ആണ്. അപ്പൊ സെഷൻ വേരിയബിൾ ആണ് ഫേവ് അനിമൽ, അതുപോലെ അതിന്റെ വാല്യൂ ആണ് കാറ്റ് എന്ന് പറയുന്നത്. ഫേവ് കളർ എന്ന് പറഞ്ഞത് സെഷൻ വേരിയബിൾ നെയിം, ആ വേരിയബിൾ നെയിമിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഗ്രീൻ ആണ്. ഓക്കെ. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? സെഷൻ വേരിയബിൾസ് ആർ സെറ്റ് എന്ന് പറഞ്ഞു വരും. അത്രേ ഉള്ളൂ. റൺ ചെയ്ത് നോക്കാം. എങ്ങനെ റൺ ചെയ്യാം? ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓക്കെ. അഡ്വാൻസ്ഡ് PHP, then സെഷൻ 1 സെറ്റ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് നോക്കാം. സെഷൻ വേരിയബിൾ ആർ സെറ്റ്. ജസ്റ്റ് അത് വന്ന് പ്രിന്റ് ചെയ്ത് വരും. സെഷൻ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സെറ്റ് ചെയ്ത് നമുക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ അതിന്റെ കോഡ് നോക്കാം. എന്താ ഈ ഒരു പേജിൽ നമ്മൾ സെഷൻ ഇവിടെ ക്രിയേറ്റ് സെഷൻ, ഇതാണ് സെയിം നേരത്തെ ചെയ്ത അതേ കോഡാ. സെഷൻ വേരിയബിൾ ആർ സെറ്റ്, ദെൻ ആ ഫേവ് കളർ ഗ്രീൻ, ഫേവ് അനിമൽ കാറ്റ്. ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ പ്രിന്റ് ചെയ്യാം? ഓക്കെ. ഫേവറേറ്റ് കളർ ഈസ് എന്ന് പറഞ്ഞ ശേഷം ആ സെഷൻ വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തതാണ്. ഡോളർ സിമ്പൽ അണ്ടർസ്കോർ സെഷൻ ഫേവ് കളർ. നമ്മൾ ഗെറ്റും പോസ്റ്റും പറഞ്ഞല്ലേ. അപ്പൊ എങ്ങനെയാ ചെയ്തിരുന്നത്? ഡോളർ സിമ്പൽ അണ്ടർസ്കോർ പോസ്റ്റ് എന്നിട്ടാണ് അതിന്റെ വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇവിടെ എങ്ങനെയാ ഈ ഒരു ഗ്രീൻ എന്നുള്ള കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സെഷൻ ഡോളർ സിമ്പൽ അണ്ടർസ്കോർ സെഷൻ അതിന്റെ നെയിം കൊടുക്കുക. ഇതേ നെയിം ആ പോസ്റ്റും ഗെറ്റും ചെയ്ത അതേ മെത്തേഡ് തന്നെ. അപ്പൊ അവിടെ അത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഡാറ്റ റീഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കൊടുത്തതിന് ഇവിടെ എന്താ പ്രിന്റ് ചെയ്ത് വരിക? ഇതൊരു സെഷൻ വേരിയബിൾ ആണ്. ഫേവ് കളർ എന്നുള്ള സെഷൻ വേരിയബിൾ ആണ്. ഈ വേരിയബിൾ എന്താ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ഗ്രീൻ എന്നാണ്. അപ്പോൾ ഗ്രീൻ അവിടെ പ്രിന്റ് ചെയ്ത് വരും. അതുപോലെ ഇവിടെ അതുപോലെ ഫേവറേറ്റ് അനിമൽ ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. ഇത് സെഷൻ വേരിയബിൾ എന്നാണ്. വേരിയബിൾ നെയിം മാത്രം പറയരുത്, സെഷൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ പറയണം. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും? ഇവിടെ കാറ്റ് പ്രിന്റ് ചെയ്ത് വരും. നോക്കാം. സെഷൻ 2 ഡിസ്പ്ലേ. ഇത് കണ്ടോ? സെഷൻ വേരിയബിൾ ആർ സെറ്റ്, ഫേവറേറ്റ് കളർ ഈസ് ഗ്രീൻ എന്ന് പ്രിന്റ് ചെയ്തു.
ഫേവറേറ്റ് കളർ ഫേവറേറ്റ് ആനിമൽ ഈസ് കാറ്റ്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഏതാ ഗ്രീന് പകരം നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഏതാ കൊടുക്കാം? വൈറ്റ് കൊടുക്കാം. വൈറ്റ്. കാറ്റിന് പകരം നമുക്ക് ഡോഗ് കൊടുക്കാം. ഇന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി കേട്ടോ. അവിടെ വന്നുണ്ടോ? ചേഞ്ച് വന്നില്ലേ? ഫേവറേറ്റ് കളർ വൈൽ വൈൽ കൊടുത്തിട്ടുണ്ടായി. ഓക്കെ. ഫേവറേറ്റ് അനിമൽ ഡോഗ് ഇവിടെ കൊടുത്ത് ടൈപ്പ് ചെയ്ത് അതുപോലെ ആ കണ്ടന്റ് അതുപോലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വൈറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് സെഷൻ മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ സെഷൻ വേരിയബിൾ ആർ സെറ്റ്, സെഷൻ ഫേവറേറ്റ് കളർ ഗ്രീന്, ഫേവറേറ്റ് അനിമൽ കാറ്റ്. അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഏതാ? സെഷൻ വേരിയബിൾ രണ്ടും പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഫേവറേറ്റ് കളറും ഫേവറേറ്റ് ആനിമലും പ്രിന്റ് ചെയ്യിപ്പിച്ചു. നേരത്തെ സെയിം കോഡ് തന്നെ. ഇനി ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, മോഡിഫൈ ചെയ്യാൻ. ഓക്കെ, രണ്ടാമതും അത് ഓവർറൈറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. ആ സെയിം ഫംഗ്ഷൻ നെയിമിന് കൊടുക്കുക. സെഷൻ ഫേവറേറ്റ് കളർ ഈസ് ഈക്വൽ ടു യെല്ലോ എന്ന് കൊടുക്കുക. ഫസ്റ്റ് ഇവിടെ ഗ്രീൻ ഉണ്ട്, അത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. രണ്ടാമത് മോഡിഫൈ ചെയ്യണമെങ്കിലോ വീണ്ടും അതിന് ചെയ്യാം. സെയിം കണ്ടന്റിന് എന്ത് ചെയ്താൽ ഈക്വൽ ടു അവിടെ ഗ്രീനിന് പകരം എന്ത് ചെയ്യാം? യെല്ലോ എന്ന് കൊടുക്കുക. ഓവർറൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇവിടെ പ്രിന്റ് അണ്ടർസ്കോർ ആർ എന്ന് അല്ലെ, എന്തിനാ യൂസ് ചെയ്യാം? നമ്മൾ മുമ്പ് ഒരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രിന്റ് അണ്ടർസ്കോർ ആർ, അറയിലെ എലമെന്റ് റോ വൈസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രിന്റ് അണ്ടർസ്കോർ ആർ കൊടുക്കുക. റോ വൈസിൽ പ്രിന്റ് ചെയ്ത് വരും കേട്ടോ, സെഷൻ പറഞ്ഞിട്ട്. ദെൻ എക്കോ എന്ത് കൊടുത്തു? സെഷൻ വേരിയബിൾ ഇത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞേ. ഇവിടെ എന്താ പ്രിന്റ് ചെയ്താ? ഈ ഒരു പ്രിന്റ് ചെയ്ത കൺസെപ്റ്റ് എന്ത് പിന്നെ ഗ്രീന് പ്രിന്റ് ചെയ്യും. ഇവിടെ യെല്ലോ ആക്കി മാറ്റില്ലേ, അപ്പൊ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക? യെല്ലോ വരും. അനിമൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? അനിമൽ കാറ്റ് ആയിരുന്നല്ലേ, അത് ചേഞ്ച് ചെയ്തില്ലല്ലോ. ഫേവറേറ്റ് അനിമൽ ഇല്ല, ചേഞ്ച് കൊടുത്തിട്ടില്ല. അപ്പൊ അത് അതുപോലെ പ്രിന്റ് ചെയ്യും. കളർ യെല്ലോ ആയിട്ട് വർക്ക് ചെയ്യും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. സെഷൻ മോഡിഫൈ കണ്ടാ, സെഷൻ വേരിയബിൾ സെറ്റ് ഫേവറേറ്റ് കളർ ഗ്രീന് അനിമൽ കാറ്റ്. ഇനി നമ്മൾ പ്രിന്റ് കൊടുത്തില്ലേ, പ്രിന്റ് അണ്ടർസ്കോർ ആർ. അപ്പൊ അറേ വൈസിലെ പ്രിന്റ് ചെയ്യാം. ഈ ഒരു കാറ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ചേഞ്ച് കൊടുത്ത്. ഓക്കെ, ഇതുവരെ അനിമൽ പ്രിന്റ് ചെയ്ത് കിട്ടി. അതിന് ശേഷമാണ് സെഷൻ വേരിയബിൾ എന്ത് കൊടുത്ത്? സെറ്റ് കൊടുത്ത് ഓവർറൈറ്റ് ചെയ്ത് കൊടുത്ത്. അതെ, മോഡിഫൈ ചെയ്തു. അപ്പൊ ആ മോഡിഫൈ ചെയ്ത കണ്ടന്റ് പിന്നെ നമ്മൾ അറയിൽ പ്രിന്റ് ചെയ്യിച്ചു. അറേ ഫേവറേറ്റ് കളർ എന്നുള്ള കണ്ടന്റ് എന്താണ്? യെല്ലോ ആക്കി പ്രിന്റ് ചെയ്തിരുന്നു. യെല്ലോ അനിമൽ കാറ്റ്. ഇനി അത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഫേവറേറ്റ് കളർ യെല്ലോ, ഫേവറേറ്റ് അനിമൽ കാറ്റ്. ഈ ഒരു സ്റ്റേറ്റിന് വേണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് അറേ വൈസിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഓക്കെ, ഫേവറേറ്റ് കളർ യെല്ലോ, ഫേവറേറ്റ് അനിമൽ കാറ്റ്, ഇതെല്ലാം പ്രിന്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓവർറൈറ്റ്, മോഡിഫൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഓവർറൈറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ ഡിസ്ട്രോയ്. ഓക്കെ, എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാം? സെയിം പ്രോഗ്രാം കോഡ് തന്നെ കേട്ടോ. ഇതുവരെ കറക്റ്റ് ആണോ? ഇതും കറക്റ്റാ, സെയിം. ഇത്രയും കണ്ടന്റ് നമ്മൾ ചെയ്തു. ഇനിയാണ് നമ്മുടെ അൺസെറ്റ് ചെയ്യുന്നത് അല്ലെ. അൺസെറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നത് ഡിസ്ട്രോയ് ചെയ്യാൻ. സെഷൻ അൺസെറ്റ്, ഈ ഒരു കോഡ് മാത്രം മതി. ഏറ്റവും ടോപ്പിൽ നമ്മൾ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണോ സെഷൻ സ്റ്റാർട്ട്. അപ്പൊ സെഷൻ ഈ ഒരു പേജിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എവിടെയെങ്കിലും സെഷൻ വേരിയബിൾ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. ഈ ലെറ്റർ കൊടുത്തതിന് സ്റ്റാർട്ട് ആവില്ല കേട്ടോ. ഈ ലെറ്റർ കൊടുത്തതിന് സ്റ്റാർട്ട് ആവില്ല. സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ടായി. ആ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യേണ്ടതും ആ വേരിയബിളിനെ ഡിസ്ട്രോയ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യാനാണ് സെഷൻ അണ്ടർസ്കോർ അൺസെറ്റ്. അതിന് ശേഷം നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. എന്താ പ്രിന്റ് ചെയ്യാം? വേരിയബിൾ ഉണ്ടാവും, വേരിയബിൾ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. റൺ ചെയ്ത് നോക്കാം. സെഷൻ ഫോർ ഡിസ്ട്രോയ് കണ്ടോ, ഗ്രീൻ കാറ്റ്. അത് നമ്മൾ മോഡിഫൈ ചെയ്തു അല്ലെ, യെല്ലോ ആക്കി മോഡിഫൈ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത്? ആ ഡിസ്ട്രോയ് ചെയ്ത് അൺസെറ്റ് കൊടുത്ത് എന്നിട്ട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഡാറ്റ ഒന്നും വരില്ല, ഈ എന്നിട്ട് വേറെ ഒന്നും വരുന്നില്ല. കാരണം എന്താ? ആ ഒരു വേരിയബിളിൽ ഡാറ്റ ഒന്നുമില്ല, പ്രിന്റ് ചെയ്യാനൊന്നുമില്ല. സോ ആ ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഈ ഒരൊറ്റ പ്രോഗ്രാമിൽ തന്നെ സെഷൻ ക്രിയേറ്റ് ചെയ്യാനും, സെഷൻ മോഡിഫൈ ചെയ്യാനും, സെഷൻ ഡിസ്പ്ലേ ചെയ്യാനും, ലാസ്റ്റ് സെഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് വരുന്നുണ്ട് ഒറ്റ പ്രോഗ്രാമിൽ തന്നെ. ഒക്കെ ഒന്നൊന്നൊരു കണക്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഫസ്റ്റ് പ്രോഗ്രാം അത് കണക്ട്, സെക്കൻഡ് പ്രോഗ്രാം, തേർഡ്, ഫോർത്ത് എല്ലാം ഒരേ രൂപത്തിലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡുകളാണ്, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.